സൂരജ്, പുരുഷവന്ധ്യത തിരിച്ചറിയുന്നതിനുള്ള ഏറ്റവും പ്രധാന ടെസ്റ്റാണല്ലോ സെമൻ അനാലിസിസ്. സെമൻ അനാലിസിസിനെ പറ്റി സംസാരിച്ചാലോ? സെമൻ അനാലിസിസ് നമ്മൾ പേഷ്യനോട് പറയുന്നത് 3 ദിവസത്തെ അബ്സ്റ്റൻസ്, അതായത് കോണ്ടാക്ട് ചെയ്യാതെ വേണം സാമ്പിൾ എടുക്കണമെന്നാണ് പറയുന്നത്. അത് സാധാരണ എല്ലാവരും ലാബിൽ വന്നിട്ട് അവിടെ നിന്ന് തന്നെ സാമ്പിൾ എടുക്കാനാണ്, സെമൻ സാമ്പിൾ എടുക്കാനാണ് പറയുന്നത്. ലാബിൽ വന്നിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, ചിലർക്ക് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ളവരോട് വീട്ടിൽ നിന്ന് തന്നെ എടുത്ത് പക്ഷേ 15 മിനിറ്റിനുള്ളിൽ സാമ്പിൾ എത്തിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ സാമ്പിളിൻ്റെ പാരാമീറ്റേഴ്സ് WHO കണക്കനുസരിച്ച് മിനിമം വോളിയം 1.5 ml ആണ്. 1.5 ml കുറവാണെങ്കിൽ അത് ചെറിയ പ്രോബ്ലം ഉണ്ട്. അതോടൊപ്പം തന്നെ മോർഫോളജി, സെമൻ കൗണ്ട്, സ്പേം കൗണ്ട് എന്ന് പറയുന്നത് 15 മില്യനാണ് നോർമൽ ആയിട്ടുള്ളത്. പിന്നെ കൗണ്ട് കുറയുകയാണെങ്കിൽ നമുക്ക് അതിനെ ഒലിഗോസ്പേമിയ എന്നാണ് വിളിക്കുന്നത്. മോർഫോളജി എന്ന് പറയുന്നത് 85% നോർമൽ മോർഫോളജി അല്ലെങ്കിൽ നോർമൽ രൂപത്തിലുള്ള സ്പേംസ് ആണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഇതിന് മോട്ടിലിറ്റി, അതായത് ചലനശേഷിയുള്ള സ്പേംസിൻ്റെ നമ്പർ 35%, 35% നോർമൽ മോട്ടൈൽ സ്പേംസ് ഉണ്ടായിരിക്കണം സാമ്പിൾ. അതാണ് ഒരു ആരോഗ്യമുള്ള സെമൻ അനാലിസിസ് റിപ്പോർട്ട്. സെമനിന് കട്ടി കൂടുതലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ചിലർക്ക് സെമനിൽ കട്ടി കൂടുതൽ കാണാറുണ്ട്. അത് വിസ്കോസിറ്റി കൂടുതലാണെന്നാണ് കാണുന്നത്. അത് നോർമലി കാണുന്ന 60 മിനിറ്റ്സ് ആണ് ലിക്വിഫാക്ഷൻ ടൈം വേണ്ടത്. ചിലർക്ക് ലിക്വിഫാക്ഷൻ ടൈം കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അത് കട്ടി കൂടുതലുള്ള സെമനാണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി കട്ടി കുറയാനുള്ള മരുന്നുകൾ കൊടുക്കാറുമുണ്ട്.